അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ 3/4 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസിന് പകരമായിട്ട് ഏലക്ക പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഇവിടെ ഒരു 4 to 5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നെയ്യ് വേണം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ വേണം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ല പോലെ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കൊന്ന് തിക്കായി തോന്നുമെങ്കിലും പിന്നെ അത് ലൂസായിട്ട് വരും. ഇപ്പോൾ ഇത് ലൂസായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ ലൂസായി കിട്ടും. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ല പോലെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിത് ബീറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ സോഫ്റ്റ്നെസ്. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെയും ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടാക്കിയ ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതിലോട്ട് ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കാനാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.